ഹലോ ഗായ്സ്, ഞാൻ മഞ്ജു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ ഒലിവിയ ഡിസൈൻസ് അടൂർ അവരെ കുറിച്ചൊരു ഇന്ന് രാവിലത്തെ അവരുടെ ഒരു മെസ്സേജാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഓൺലൈൻ ബിസിനസ് നടത്തുന്നു എന്ന് പറഞ്ഞൊരു വോയിസാണ്, ഒരു മെസ്സേജാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി ഞാൻ യൂട്യൂബിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സത്യം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ അവരെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വീഡിയോസ്, നെഗറ്റീവ് കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 ടോപ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് പോലെ ഞാൻ അവിടെ നിന്ന് ഇതൊരു 1.5 വർഷം മുമ്പ് ഞാൻ എടുത്തതാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല, നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ എനിക്കൊന്നുമില്ല. പിന്നെ നല്ല കസ്റ്റമർ സർവീസാണ്. അവരുടെ ആ ഒരു ഫീഡ്ബാക്ക്, അതായത് അവരുടെ ആ ഒരു മെസ്സേജസ്, അതിനെക്കുറിച്ചുള്ള കംപ്ലയിൻസ് സത്യം എന്താണെന്ന് അറിയില്ല. സത്യം എന്തായാലും പുറത്തു വരട്ടെ. ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. സത്യം പുറത്തു വരട്ടെ. ഒരുപാട് അവിടെ ജോലി ചെയ്ത പെൺകുട്ടികളാണ് കമൻസ് ഇട്ടേക്കുന്നത്, അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ. സത്യം നമുക്കറിയില്ല. പിന്നെ എനിക്കൊരു കാര്യം വിശ്വാസമാണ്, നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇതിൽ അച്ചു എൻ്റെ എല്ലാം ലൈവ് എന്തായാലും വീഡിയോ ആയിട്ട് വരുമ്പോൾ പുള്ളിക്കാരെല്ലാം പറയും എന്താണ് കാരണമെന്ന് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് അവിടുത്തെ അനുഭവം നല്ലൊരു കസ്റ്റമർ സർവീസ് അവിടെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് പൂട്ടി എന്ന് പറയുമ്പോൾ ഒരു വിഷമം, മറ്റൊന്നും കൊണ്ടല്ല. ഒരുപാട് ജോലിയുള്ള ഒരു സ്ഥാപനം, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒത്തിരി പേര് അവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുവാണ്. പിന്നെ എന്താ പറയുക, അവരുടെ പ്രോഡക്റ്റ് കൊള്ളില്ല എങ്കിൽ ഇത്രയും വീഡിയോ വന്ന് 15-20 മിനിറ്റിനുള്ളിൽ ഫുൾ സ്റ്റോക്ക് ഔട്ടാണ്. അതൊക്കെ അങ്ങനെ സംഭവിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ടോപ്സ് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ സാധനം ഉണ്ടാവില്ല, അപ്പോൾ ഒത്തിരി സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയും മോശം ആണെങ്കിൽ ഒരിക്കൽ മേടിച്ചാൽ പിന്നെയും വാങ്ങും. എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, തുണി നല്ലതാണ്. നമ്മുടെ ആ ഒരു പ്രൈസിന്, അതായത് 499 അല്ലെങ്കിൽ 599 അത്ര ക്വാളിറ്റി അതിനുണ്ട്. അതിനൊക്കെ ഭയങ്കര ക്വാളിറ്റി അല്ല, എന്നാൽ കുറ്റം പറയാൻ പറ്റില്ല. ആ റേറ്റിന് നല്ലൊരു, ചില സമയത്ത് നല്ല നല്ല ഹാൻഡ് വർക്ക്, ഹെവി ഹാൻഡ് വർക്ക് ആയിരിക്കും കിട്ടുന്നത്. അതൊക്കെ ഭയങ്കര ലാഭമാണ്. ഇതൊക്കെ ശരിക്കും 599 ഞാൻ മേടിച്ചതാണ്. നല്ലതാണ്, ഒന്നും ആയിട്ടില്ല, എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സത്യം എന്തായാലും പുറത്ത് വരട്ടെ. അതിനുവേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് അവരെക്കുറിച്ച് കമൻസ് ഉൾപ്പെടെ ഒത്തിരി പേര് വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം എന്തായാലും പുറത്ത് വരും. പിന്നെ അജു ചേച്ചി പറയുന്ന എപ്പോഴൊരു കാര്യമുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലും അതിജീവിച്ചാണ് അവരിവിടം വരെ എത്തിയതെന്ന്. ഒരു ഷോപ്പ് 3 വർഷം കൊണ്ട് ഇത്രയും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പുറത്തു വരണം. അതാണല്ലോ എന്താ പറയുക, നമ്മുടെ നിയമം. നമ്മുടെ ഒരു തെറ്റ് ചെയ്താൽ ഇന്നലെ നാളെ പിടിക്കപ്പെടും, അത് സത്യമാണ്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ ഉറപ്പായിട്ട് ഒലിവിയ ഇതിനെക്കാലം ഇരട്ടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം ഒത്തിരി പേര് അവിടുന്ന് ഡ്രസ്സ് മേടിച്ച് ഒരുപാട്. പക്ഷേ അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് എനിക്ക് കറക്റ്റല്ല. സ്റ്റാഫ് നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നല്ല കസ്റ്റമർ സർവീസാണ്, കറക്റ്റ് റിപ്ലൈ ആണ്, പറഞ്ഞ ദിവസത്തിൽ നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. അതൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഒലിവിയെ കുറിച്ച് നെഗറ്റീവായിട്ട് അഭിപ്രായം ഒന്നുമില്ല. അപ്പോൾ സത്യം തെളിയിട്ടെ, അതുവരെ ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.